പാലക്കാട് മലമ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ആനയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. എഴുന്നേൽക്കാനുള്ള ആനയുടെ ശ്രമം പരാജയപ്പെട്ടു. 5 പേരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ ആനയെ പരിപാലിക്കുന്നുണ്ട്. വനത്തിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് ആനയെ നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പാലക്കാട് മലമ്പുഴ കൊട്ടേക്കാടിന് സമീപം ആന റെയിൽവേ ട്രാക്ക് കടക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. പോയി എന്തായാലും ഈ ആനയെ രക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളൊക്കെയും അവിടെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തനിച്ചെഴുന്നേൽക്കാനുള്ള ആനയുടെ ശ്രമം പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സച്ചിൻ ഇപ്പോൾ പാലക്കാട് നിന്നും ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സച്ചിൻ, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് 5 പേരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘമടക്കമുള്ള ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം ഇപ്പോൾ ഈ ആനയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിലയിരുത്തൽ? കാവ്യ, കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 3:30 ആനയെ ട്രെയിൻ തട്ടി എന്ന രീതിയിലുള്ള ഒരു ഭാഗമായിട്ടാണ് ആനയെ മലമ്പുഴ അതുപോലെ തന്നെ കഞ്ചിക്കോട് മേഖലകൾക്കകത്ത് റെയിൽവേ പാതയിൽ നിന്നും ട്രെയിൻ തട്ടി എന്ന ഒരു ആരോപണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആനയെ വനം വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും നാട്ടുകാരും ചേർന്ന് നിരീക്ഷിച്ചു വന്നത്. എന്നാൽ അത്തരത്തിൽ ആനയ്ക്ക് ട്രെയിൻ ഇടിച്ച് പരിക്കേറ്റിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നെത്തിയ വെറ്റിനറി സംഘം സ്ഥിരീകരിച്ചിരുന്നു. ആന റെയിൽവേ പാത മുറിച്ച് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ് പരിക്കേറ്റതാവാം കാരണം എന്നാണ് വെറ്റിനറി സർജൻ്റെ നിഗമനം. അതുപോലെ തന്നെ ഇന്നലെ ആന വനത്തിലേക്ക് കയറിയെങ്കിലും ഉച്ചയോടുകൂടെ ആന ഒരു തളർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. കൂട്ടത്തിൽ മറ്റ് കാട്ടാനകളും ഉള്ളതിനാൽ ഈ വെറ്റിനറി സർജനും അതുപോലെ തന്നെ വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്കും ആനയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ആന വൈകിട്ടോടുകൂടെ മറ്റ് ആനകൾ വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആനയ്ക്ക് ചികിത്സാ സൗകര്യം ഒരുക്കിയത്. താൽക്കാലികമായി കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ ഈ ആനയുടെ സമീപത്തായി ഒരുക്കിയിരുന്നു. മാത്രമല്ല, ഭക്ഷണത്തിൽ ആനയ്ക്ക് വേണ്ട പ്രതിരോധ മരുന്നുകളും മറ്റും നൽകുകയും അതുപോലെ തന്നെ മുറിവേറ്റ പിൻഭാഗത്തെ വലതുകാലിനാണ് മുറിവേറ്റതായി കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ മതിയായ മരുന്ന് വെച്ച് ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ആന ഇന്നലെ വൈകിട്ട് ഏറെ വൈകിയും ആനയ്ക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ക്രെയിൻ ഉപയോഗിച്ച് ആനയെ ഉയർത്താനുള്ള ശ്രമവും ഇത്തരത്തിൽ ആലോചിച്ചിരുന്നു. പക്ഷേ നിലവിൽ ചൂടും അതുപോലെ തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായത് കാരണം ആനയെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നത് അനുകൂലമായ ഒരു നിലപാട് ആയിരിക്കില്ല എന്ന ഒരു നിഗമനത്തിൽ ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ആനപ്രേമി സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ആനയുടെ ചികിത്സയുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. കാരണം മതിയായ ചികിത്സാ സൗകര്യം വനം വകുപ്പും അതുപോലെ തന്നെ വെറ്റിനറി വിഭാഗവും നൽകുന്നില്ല എന്നൊരു ആരോപണവുമായി ആനപ്രേമി സംഘവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ആനയുടെ കാര്യത്തിൽ വനം വകുപ്പും അതുപോലെ തന്നെ ആനയെ വലിയ രീതിയിലുള്ള നിരീക്ഷണത്തിലാണ് ഇപ്പോൾ 5 അംഗ ഡോക്ടർ അടക്കമുള്ള ആളുകളുടെ നിരീക്ഷണത്തിലാണ് ആന ഇപ്പോഴും കഴിയുന്നത്. കാവ്യ. ശരി, സച്ചിനാണ് ഇപ്പോൾ പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്നാലും വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും ഡോക്ടർമാർ അടങ്ങുന്ന ഒരു വനംവകുപ്പിൻ്റെ സംഘത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറെ പണിപ്പെട്ട് ആനയെ പഴയ ആരോഗ്യ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നത്. നോക്കാം അടുത്ത മണിക്കൂറുകളിൽ നമ്മുടെ വാർത്തയിൽ തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെന്ന്. വീണ്ടും നമ്മൾ